അതിനുശേഷം ഇവരെല്ലാവരും കൂടി നേരെ അയോധ്യയിലേക്ക് ചെന്നു. അവിടെ എല്ലാവരും, അതായത് പ്രജകൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് രാജാവിനെ. കാരണം പുത്രതുല്യമായിട്ടാണ് ദശരഥ മഹാരാജാവ് ഈ പ്രജകളെയൊക്കെ സേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും പ്രജകളൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അങ്ങനെ അവർ ഒരു പുതിയ ജീവിതം അവിടെ തുടങ്ങി. നമുക്കറിയാമല്ലോ, ദശരഥ മഹാരാജാവ് അത്യന്തം സന്തുഷ്ടനായി. കാരണം ഈ 3 ഭാര്യമാരുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. അവർ 3 പേരും സൗന്ദര്യത്തിലും സൗശീര്യത്തിലും എല്ലാം. 4 പുത്രന്മാരുള്ളവരാണെങ്കിലോ അവർ ബഹുമിടുക്കന്മാരെന്ന് മാത്രമല്ല, സത്യം, ധർമ്മം, നീതി ഇവയൊക്കെ അനുസരിച്ച് മാത്രം ജീവിക്കുന്നവരാണ് 3 പേര്. പിന്നെ വന്നിരിക്കുന്ന വധുക്കളൊക്കെ ആണെങ്കിലോ എല്ലാവരും കുലശീലങ്ങളൊക്കെ ഉള്ളവർ. എല്ലാ വിധത്തിലും ഈ കുടുംബത്തിന്, ഈ രാജകുടുംബത്തിന് അനുയോജ്യമായവർ തന്നെ വന്നുവെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഉത്സവമാക്കി തന്നെ ആ കൊട്ടാരം കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൈകേയിയുടെ സഹോദരൻ യുധാജിത്ത് അദ്ദേഹം ഒരാളെ അയച്ചു ഈ ഭരതനെ കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ഭരതൻ എവിടെ പോയാലും നമുക്കറിയാമല്ലോ, ഒന്നിനൊന്നും ഫ്രീ ഇല്ലേ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഭരതൻ എവിടെ പോയാലും കൂടെ ശത്രുഘ്നൻ കാണും. അതുപോലെ രാമൻ എവിടെ പോയാലും കൂടെ ലക്ഷ്മണനും. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഭരതനും ശത്രുഘ്നനും കൂടെ കേകയ രാജധാനിയിലേക്ക് പോയി. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ കഴിയുകയാണ്. 1-2 ദിവസമല്ല, ഈ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞു. ഈ 12 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം നാരദ മഹർഷി അവിടെ എഴുന്നള്ളി. നാരദ മഹർഷി രാമൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നപ്പോഴത്തേക്കും വേഗം രാമനും സീതയുമൊക്കെ പ്രണാമം ചെയ്തു, നമസ്കരിച്ചു, വേണ്ട ഉപചാരമൊക്കെ ചെയ്തു. എന്നിട്ട് ലോകാനുകാരിയായിട്ടുള്ള കുശലപ്രശ്നമൊക്കെയാണ് പിന്നെ ശ്രീരാമദേവൻ പറയുന്നത്. മഹർഷി, അങ്ങയെപ്പോലെയുള്ള പുണ്യാത്മാക്കൾ വരുന്നത് കൊണ്ട് എൻ്റെ ഈ കൊട്ടാരം, ഈ കുടുംബം മാത്രമല്ല, ഞങ്ങൾ ഇന്ന് ഇവിടെ ഉള്ളവർ മാത്രമല്ല, ഞങ്ങളുടെ കുലം പോലും പവിത്രമായിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാരദ മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാമ, നീ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അങ്ങ് പറഞ്ഞത് സത്യമാണ്. കാരണം അങ്ങയുടെ മായാദേവിയാണ് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇവിടെയുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത്. അതിനെ മുഴുവനും പരിപാലിക്കുന്നത് അങ്ങുമാണ്. അപ്പം ഇത്രയും വലിയൊരു കുടുംബത്തിൻ്റെ നാഥനല്ലേ അങ്ങ്. അപ്പം ഇതൊരു വലിയ കുടുംബമാണ്. അങ്ങ് പറഞ്ഞത് സത്യമാണ്. അങ്ങ് സംസാരിയെന്ന് പറഞ്ഞത് എന്ന് തന്നെയല്ല, എനിക്ക് അങ്ങയിൽ നിന്നും വ്യത്യസ്തനായി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കാരണം അങ്ങ് നാരായണൻ നീ രമാദേവി ജാനകി, മാരാരിയും നീ ഉമാദേവി ജാനകി. അങ്ങനെ ബ്രഹ്മദേവനാകുമ്പോഴോ ഭാരതീ ദേവി ജാനകി, ഇന്ദ്രനാകുമ്പോഴോ ദേവേന്ദ്രനാണെങ്കിൽ ജാനകി ശചീദേവിയാണ്. അതേപോലെ തന്നെ ചന്ദ്രനാണെങ്കിൽ അവിടെ രോഹിണി ജാനകി എന്ന് വെച്ചാൽ എന്തെല്ലാമാണോ പുല്ലിംഗ ശബ്ദമുള്ളത് അതെല്ലാം രാമനാണ്. സ്ത്രീലിംഗ ശബ്ദം മുഴുവനും ജാനകിയാണ്. പിന്നെ ഞാൻ എന്താണ് അങ്ങയോട് പറയേണ്ടത്? എനിക്ക് കൂടുതലൊന്നും പറയാൻ വയ്യ. എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എന്നെ ഈ മായയിൽ അങ്ങ് പെടുത്തരുത്. അങ്ങയുടെ ഈ ദേവിയുടെ മായയിൽ എന്നെ പെടുത്തരുത്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന കാര്യം ഇതൊന്നും പറയാനല്ല. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങ് അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മറന്നുപോയോന്ന് ബ്രഹ്മദേവനൊരു സംശയം. അതുകൊണ്ട് ബ്രഹ്മദേവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കാരണം വർഷം കുറേ ആയില്ലേ. അതിനുശേഷം ഇതുവരെ അങ്ങ് ഇതിന് യാതൊരു ഒരുക്കവും കണ്ടില്ല. ഇപ്പോൾ ദശരഥ മഹാരാജാവ് അങ്ങയെ അഭിഷേകം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്നറിയാം എന്ന് ബ്രഹ്മദേവൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ലോകകാര്യങ്ങളും ഒക്കെ ആയിട്ട്, ഈ രാജ്യകാര്യങ്ങളും ഒക്കെ ആയിട്ട് പ്രജാതൽപരനായിട്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ അങ്ങയുടെ അവതാരോദ്ദേശം നിർവഹിക്കാൻ ഒരു നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് ഇതൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ശ്രീരാമദേവൻ പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട മഹർഷി, അങ്ങ് ചെന്ന് പറഞ്ഞോളൂ, നാളെ രാവിലെ ഞാൻ വനത്തിന് പോകുന്നുണ്ട്. എന്നാൽ മാത്രമല്ലേ എനിക്ക് രാക്ഷസന്മാരെയൊക്കെ അറുതി വരുത്താൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് രാവണനെ വധമാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അത് ചെയ്യണമെങ്കിൽ
അതുവഴി ധർമ്മത്തെയും രക്ഷിക്കണം. അതാണ് എൻ്റെ ദൗത്യം. അത് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റി. കൊട്ടാരത്തിലിരുന്നാൽ ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ വനത്തിന് പോകുമെന്ന് ബ്രഹ്മദേവനോട് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. നമ്മുടെ നാരദ മഹർഷി തൊഴുത് പ്രദക്ഷിണം വെച്ച് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ദശരഥ മഹാരാജാവ് അവിടെ വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് പറയുകയാണ്, രാമനാണെങ്കിൽ ഇത്രയും പ്രായമായി, പ്രജകൾക്കൊക്കെ അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് എന്ന് തന്നെയല്ല, എനിക്ക് വയസ്സുമായി. അതുകൊണ്ട് ഇനി എൻ്റെ പിൻഗാമിയെ ചുമതലപ്പെടുത്തേണ്ട സമയമായി. അതുകൊണ്ട് ഉടനെ തന്നെ അഭിഷേകം ചെയ്യണം, യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം. പക്ഷേ ഒരു കാര്യമുണ്ട്, മറ്റേ ഭരതന് ശത്രുഘ്നന് തിരിച്ചെത്തിയിട്ടില്ല. അത് സാരമില്ല, അതൊന്നും നോക്കണ്ട. ഏറ്റവും അടുത്ത ദിവസം തന്നെ, അതായത് പിറ്റേ ദിവസം നല്ല നക്ഷത്രമാണ്, പുഷ്യം നല്ല നക്ഷത്രമാണ്, അന്ന് തന്നെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു, അങ്ങ് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യണം ഇതിന് വേണ്ടിയിട്ട്. അങ്ങ് സുമന്ത്രരോട് പറഞ്ഞു, മന്ത്രിയോട് പറഞ്ഞു, അങ്ങ് മഹർഷി പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഒരുക്കണം. പിന്നെ ഒരു ദൗത്യം കൂടി ഏൽപ്പിച്ചു മഹർഷിയെ. മറ്റൊന്നുമല്ല, ശ്രീരാമനോട് ചെന്ന് ഈ കാര്യമൊന്ന് പറയുകയും കൂടെ വേണം. പിന്നെ രാജാവ് പറഞ്ഞാൽ ആർക്കും കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വസിഷ്ഠ മഹർഷി സുമന്ത്രരോട് വേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചു. എന്തൊരു ഒരുക്കമാണെന്നറിയാം അവിടെ നടത്തുന്നത്. ആ രാജ്യം മുഴുവനും അലങ്കരിക്കണം. തോരണങ്ങളൊക്കെ തൂക്കണം. വലിയ ഉന്നതമായിട്ടുള്ള തോരണങ്ങളാണ്, അല്ല ഇച്ചിരി താഴെ മാത്രം പോരാ. എന്നിട്ട് ഈ കൊടികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചേർക്കണം. ഇപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നില്ലേ? ഏത് പാർട്ടിയുടെ യോഗമാണെങ്കിലും തോരണമൊക്കെ തൂക്കും, അതിൻ്റെ ഇടയ്ക്ക് കൊടിയൊക്കെ വയ്ക്കും. അങ്ങനെ നല്ല രീതിയിൽ അതൊക്കെ ചെയ്യണം. പിന്നെയോ ഐരാവതത്തിൻ്റെ കുലത്തിൽ ജനിച്ച ഒരു നാൽക്കൊമ്പനുണ്ട് ഇവിടെ, അതിനെ അലങ്കരിച്ച് മുമ്പിൽ നിർത്തണം. പോയ ചേൽക്കണ്ണിമാരായ 16 സുന്ദരികളെ പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ട് അലങ്കരിച്ചു കൊണ്ട് നിർത്തണം. കാരണം അതല്ലേ ഒരു അരങ്ങയില്ലേ, ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും പെൺകുട്ടികളല്ലേ അരങ്ങ്, അതുകൊണ്ട് അത് വേണം. പിന്നെ മത്തഗജങ്ങളെ പൊന്നണിയിക്കണമെന്ന്, ആനകളെയൊക്കെ സ്വർണം ധരിപ്പിക്കണം, അതായത് അവരെയും അലങ്കരിക്കണം. അങ്ങനെ എല്ലാ വിധത്തിലും വലിയൊരു ചടങ്ങായിട്ട് തന്നെയാണ് ഇത് നടത്തേണ്ടത്. പിന്നെ അതിനേക്കാളും വലിയ പ്രധാനമുണ്ട്. കാരണം 1000 സ്വർണ്ണ കലശങ്ങൾ അവിടെ കൊണ്ട് വെള്ളം നിറയ്ക്കണം. 1000 സ്വർണ്ണ കലശത്തിൽ അതിൻ്റെ അകത്ത് രത്നം അമഴ്ത്തണം. എന്നിട്ട് അത് മലയജ ഇതുകൊണ്ട് വായൊക്കെ മൂടിക്കെട്ടി അതവിടെ വേണം. ഛത്രം വേണം, കൊട വേണം, ഇല്ലേ? രാജാവിൻ്റെ കൊട വേണം, പിന്നെ ദണ്ട് വേണം. ഇതെല്ലാം സംഘടിപ്പിക്കണം. പിന്നെ സാമന്ത രാജാക്കന്മാരെ ഒക്കെ വിളിക്കണം. പക്ഷേ ഇതിൽ നമ്മുടെ ദശരഥനുണ്ടല്ലോ, ഒരു ചെറിയ കള്ളം ചെയ്തു. 2 പേരെ വിളിച്ചില്ല, ബാക്കി എല്ലാവരെയും വിളിച്ചു. ആരെയൊക്കെയാണ് വിളിച്ചതെന്നറിയാമോ? വിളിക്കാത്ത ആരെയാണെന്നറിയാമോ? വിളിക്കാത്ത ഒന്ന് കൈകേയിയുടെ അച്ഛനെ വിളിച്ചില്ല, അതുപോലെ തന്നെ സീതയുടെ അച്ഛനെ വിളിച്ചില്ല, ജനക മഹാരാജാവിനെയും വിളിച്ചില്ല, അശ്വപതി മഹാരാജാവിനെയും വിളിച്ചില്ല. കാരണം ഈ കൈകേയിയുടെ വിവാഹാലോചനയുമായിട്ട് തന്നത് ഈ ദശരഥന് കുറേ പ്രായമുണ്ടായതിനു ശേഷമാണ്. അപ്പം കൈകേയിയുടെ അച്ഛനും ഒന്നും അത്ര താല്പര്യമില്ല. നീ വയസ്സായ ആളെ പിടിച്ച് കൊച്ചു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അദ്ദേഹം ഒരു വാഗ്ദാനം കൊടുത്തേ, ഇവക്ക്, അതായത് എൻ്റെ മകൾക്ക് ഉണ്ടാകുന്ന കുട്ടിയെ രാജാവാക്കിയേക്കാവുന്നു. ഇതാർക്കും അറിഞ്ഞുവിടാ, കൈകേയിക്കും അറിയുന്നില്ല. കൈകേയി 12 വയസ്സിലാണ് കല്യാണം കഴിച്ചെങ്കിൽ പോരുന്നത്. ആ കുട്ടിക്ക് ഇതൊന്നും അറിഞ്ഞുവിടാ. പക്ഷേ ഇത് നമ്മളറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് രാമനെ കാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോരാനായിട്ട് ഭരതൻ അവിടെ വരുമല്ലോ. അപ്പം ഭരതനോട് ശ്രീരാമൻ പറയുന്ന കാര്യമാണ് ഇങ്ങനെയാണോ ഉണ്ടായതെന്ന്. അതുകൊണ്ട് അശ്വതിയെ ഇങ്ങോട്ട് വിളിക്കുന്നത് എങ്ങനെയാണ്? വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കില്ലേ? അതുകൊണ്ടാണ് വിളിച്ചില്ല. പിന്നെ ജനകനെ വിളിക്കാത്തതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഇനി ഒരു ഒഴിവൊഴിവിന് വേണ്ടിയിട്ട്. കാരണം ചിലരെയൊക്കെ ഞാൻ അങ്ങനെ അങ്ങ് മറന്നുപോയി. ഞാൻ സീതയുടെ അച്ഛനെ പോലും വിളിക്കാൻ മറന്നുപോയി. അങ്ങനെയാണ് പറ്റിയത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദശരഥൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കണം, നമുക്ക് പറയാമല്ലോ, അതുകൊണ്ടായിരിക്കണം. എന്തായാലും അവരെ മാത്രം വിളിച്ചില്ല, ബാക്കി എല്ലാ ഒരുക്കങ്ങളുമായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വസിഷ്ഠ മഹർഷി നേരെ ദാശരഥിയുടെ, അതായത് ശ്രീരാമൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അപ്പം പറഞ്ഞു, രാമ, ഞാനിങ്ങനെ വന്നിരിക്കുന്ന ഇന്ന കാര്യത്തിലാണ്, നാളെ നിൻ്റെ അഭിഷേകമാണ്, വേണ്ട നിർദ്ദേശമൊക്കെ കൊടുത്തു. നിർദ്ദേശം മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, സീതയും
രാമനും അന്ന് ഉപവസിക്കണം. അതുപോലെ തന്നെ നിലത്താണ് ശയിക്കേണ്ടത്. പിന്നെ ബ്രഹ്മചര്യത്തോടെ ഇരിക്കണം. നാളെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച സുന്ദരനൊക്കെ ആയിട്ട് റെഡിയായിട്ട് ഇരുന്നോളണം എന്നുള്ള ആ നിഷ്കർഷ കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, രാമ, അങ്ങ് ആരാണെന്ന് എനിക്കറിയാം. അങ്ങ് ഈ കുലത്തിൽ വന്ന് ജനിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടുത്തെ കുലഗുരുവായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ആ സാമീപ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്നും പറഞ്ഞു. അത് കഴിഞ്ഞു വസിഷ്ഠൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങ് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ രാമനും പറഞ്ഞു. അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങി. ഈ സംസാരം കേട്ടോണ്ട് വരുന്ന ഒരു സേവകൻ ചെന്ന് കൗസല്യോടും സുമിത്രയോടും പറഞ്ഞു. അവരെപ്പോഴും ഒന്നിച്ചായിരിക്കും. അവരോട് പറഞ്ഞു, അതേ ഇങ്ങനെ നാളെ രാമന് അഭിഷേകമാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ഒരു രത്നമാലയാണ് അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്തത് കൗസല്യ. പക്ഷേ അന്നേരം കൗസല്യ എന്നിട്ട് ഭഗവതിയോട് പ്രാർത്ഥിച്ച്, കാത്യായനി മഹാമായേ, എന്നെ അഭിഷേകത്തിനൊക്കെ രാജാവ് ഒരുക്കം കൂട്ടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം രാജാവ് സ്ത്രീജിതനാണ്. അതുകൊണ്ട് കൈകേയിയുടെ ഇഷ്ടം പോലെ കാര്യമൊക്കെ നടക്കുകയുള്ളൂ. കൈകേയിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പാടില്ലല്ലോ എന്ന ആ ഒരു വിഷമത്തോടു കൂടിയാണ്. ഒരു കുഴപ്പവും വരത്തില്ലേ, ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി എന്നും പറഞ്ഞ് കാര്യമായിട്ട് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് കൈകേയി മാത്രം ഈ കാര്യമൊന്നും അറിഞ്ഞില്ല. കൈകേയി എന്ത് ചെയ്തു, നോക്കിയപ്പോഴെല്ലാം രാജ്യമൊക്കെ അലങ്കരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ മന്ദര കൂനി അങ്ങനെ എടുത്തിരുന്നു. ചെന്ന് കഴിഞ്ഞിട്ട് കൈകേയിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും കൈകേയി വേഗം ചോദിച്ചു, മന്ദരെ, ഇതെന്നാ മന്ദരെ ഇവിടെ മുഴുവൻ ഇങ്ങനെ അലങ്കരിക്കാൻ കാരണം എൻ്റെ രാമൻ്റെ അഭിഷേകം വല്ലതും ആണോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്കും മന്ദരയ്ക്ക് പിടിച്ചില്ല. മൂഢേ, നീ ഇങ്ങനെ സന്തോഷിച്ചിരുന്നു എന്ന് പറഞ്ഞു. രാമൻ്റെ അഭിഷേകം തന്നെയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും കൈകേയി ഒരു ശാമീകര നൂപരം അത് ഒരു മോതിരൂരി കയ്യിലേക്ക് കൊടുത്തു മന്ദരയുടെ ഇതിൻ്റെ സന്തോഷത്തിന്. ഈ രാമകുമാരനെ അഭിഷേകം ചെയ്യുന്നതിന് ഈ മന്ദര എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? രാജാവ് നിന്നെ ചതിച്ച കാര്യം നിനക്കറിയാവോ? രാജാവ് എന്നെ ചതിക്കാനോ? അത് തന്നെയല്ല, രാമകുമാരൻ ഞാൻ അഭിഷേകം ചെയ്തു. അദ്ദേഹം യുവരാജാവോ രാജാവോ ഒക്കെ ആയാൽ എനിക്കെന്താ പ്രശ്നം? കാരണം എൻ്റെ മകൻ എന്ത് കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് തന്നിട്ടേ കൗസല്യക്ക് പോലും കൊടുക്കുകയുള്ളൂ. അതുപോലെ എന്നെ അത്രയധികം സ്നേഹമാണ് ഈ രാമകുമാരന്. എനിക്കും അതുപോലെ തന്നെയാണ്. ഭരതനെ പോലെ എന്നല്ല, ഭരതനേക്കാളും എനിക്കും ഇഷ്ടം ശ്രീരാമനെയാണ്, ഈ രാമനെയാണ്. പിന്നെ എന്തിനാ ഞാൻ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു. അതൊക്കെ ഇപ്പോഴത്തെ കാര്യം. ഇപ്പം നിൻ്റെ ഈ കൊട്ടാരത്തിലെ അവസ്ഥ എന്നാ? നീയാണിപ്പം ഇവിടെ സർവ്വതും. കാരണം ഈ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട രാജ്ഞി എന്ന് പറയുന്നത് നമ്മളുടെ കൈകേയിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിന്നോട് അപ്രിയ ഒരു മനുഷ്യനും ചെയ്യില്ല. മഹാറാണി ആയിട്ട് നമ്മുടെ കൗസല്യയാണെങ്കിലും നിനക്കാണ് ഈ കൊട്ടാരത്തിലും ഈ രാജ്യത്തും ഒക്കെ സ്ഥാനമുള്ളത്.